ഹലോ ഗുഡ് മോർണിംഗ് എവരി വൺ. ഇനി നമുക്ക് CSS എന്താണെന്നും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടും പഠിക്കാം. ഓക്കെ, CSS. What is CSS? CSS stands for Cascading Style Sheet. It is used to control the look and layout of a web page, such as color, font, spacing, size, background, and more. With CSS, we can make our HTML page attractive, well organized, and responsive. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ ഞാനിവിടെ ഒരു പേജ് ചെയ്തിട്ടുണ്ട്, വെബ് പേജ് ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ HTML ആണ് ഞാനിതിൽ ചെയ്തിരിക്കുന്നത്. HTML കൂടെ HTML മാത്രം വരുമ്പോൾ എങ്ങനെയാണെന്ന്, HTML വിത്ത് CSS എങ്ങനെയാണെന്ന് നോക്കാം. ഒരു സെക്കൻഡ്. ഈ കോഡ് എഴുതുമ്പോൾ നമുക്ക് CSS കൂടെ കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നമ്മളിപ്പോൾ CSS ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. CSS നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെബ് പേജ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഇതിന്റെ കൂടെ നമ്മൾ CSS ആഡ് ചെയ്യുമ്പോൾ എന്താ വരുന്നതെന്ന് വെച്ചാൽ CSS ഇതിന്റെ കൂടെ ചെയ്യുമ്പോൾ, കാരണം നമ്മളിവിടെ CSS നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, CSS കോഡ് നമ്മളിവിടെ എഴുതിയിട്ട് HTML-ലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. വിത്തൗട്ട് CSS ആദ്യം പറഞ്ഞതുപോലെ ഈ സ്റ്റൈലിംഗ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു വെബ് പേജിലേക്ക് നമ്മൾ സ്റ്റൈലിംഗ് കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. ഇപ്പൊ ഇതിന്റെ ബോഡിയുടെ കളർ നമ്മളിവിടെ റെഡ് ആണ്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പുതിയ ഓരോരോ ചെറിയ ചെറിയ പ്രൊജക്ടുകൾ ചെയ്തു വരാം. അപ്പോൾ നമുക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണ് CSS എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ. HTML പേജിന് സ്റ്റൈൽ കൊടുക്കാൻ വേണ്ടിയിട്ട്, കളർ, ഫോണ്ട് ഇതെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CSS യൂസ് ചെയ്യുന്നത്. അതുപോലെ റെസ്പോൺസീവ് ആക്കാൻ പറ്റും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വരാം. വൈ യൂസ് CSS? CSS help us separate content, HTML കണ്ടന്റിനെ ഫ്രം ഡിസൈൻ. CSS ലേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കീപ് HTML ക്ലീൻ ആൻഡ് ഫോക്കസ്ഡ് ഓൺ സ്ട്രക്ചർ, അപ്ലൈ കോൺസ്റ്റന്റ് ഡിസൈൻ അക്രോസ് ദ പേജ്, മേക്ക് സ്റ്റൈലിംഗ് easier to maintain and update, improve the user experience and visual appearance. നമ്മളിപ്പോൾ ആദ്യം കണ്ടില്ലേ, അതിൽ ആദ്യം കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നല്ല വിഷ്വലി കുറച്ചും കൂടി കാണാൻ ഭംഗിയാക്കി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CSS യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് CSS എത്ര ടൈപ്പ് ഉണ്ട്? മെയിൻ ആയിട്ട് 3 ടൈപ്പിലാണ് CSS ഉള്ളത്. ഇൻലൈൻ CSS, ഇന്റേണൽ CSS, എക്സ്റ്റേണൽ CSS. അതെന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. Inline CSS എന്ന് പറയുമ്പോൾ CSS is written directly inside the HTML tag used by using the style attribute. ഇവിടെ നമ്മൾ p ടാഗിന്റെ ഉള്ളിൽ നമ്മൾ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് കളർ റെഡ് വേണം, പിന്നെ ഫോണ്ട് സൈസ് 18 പിക്സൽ വേണം. എന്നിട്ട് അതിലെന്താണ് നമ്മൾ എഴുതേണ്ടത്? HTML this is inline CSS എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളിവിടെ this is inline CSS. നമ്മളിവിടെ CSS HTML-ന്റെ കോഡ് നമ്മൾ എഴുതി. ഇതിൽ നമ്മൾ ഹെഡ് ഉണ്ട്, പിന്നെ ബോഡിയുടെ ഉള്ളിൽ വന്നപ്പോൾ H2 ടാഗിന്റെ ഉള്ളിൽ സ്റ്റൈൽ എഴുതിയിട്ട് നമ്മൾ ഇതിനെ കൊടുത്തു. ഇതിന്റെ കളർ വെൽക്കം ടു ഇന്റേണൽ CSS, ഇൻലൈൻ CSS എന്നുള്ളത് പർപ്പിൾ കളറിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ p ടാഗിൽ ദീസ് പാരഗ്രാഫ് ഈസ് സ്റ്റൈൽഡ് ബൈ സ്റ്റൈൽ യൂസിങ് ഇൻലൈൻ CSS എന്നുള്ളത് ഗ്രീൻ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ കണ്ടു, അതിന്റെ ഫോണ്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ബോഡിയുടെ ഉള്ളിൽ H2 ടാഗിന്റെ ഉള്ളിൽ ഈ സ്റ്റൈൽ പറഞ്ഞിട്ട് നമുക്ക് എഴുതേണ്ട കണ്ടന്റ്, ഡിസ്പ്ലേ ചെയ്ത് കാണേണ്ട കണ്ടന്റ് എന്താണോ അതിനോട് ചേർന്നിട്ട് തന്നെ സ്റ്റൈൽ യൂസ് ചെയ്തിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ ഇൻലൈൻ CSS എന്ന് പറയുന്നത്. ഇനി അടുത്തത് internal CSS. Internal CSS എന്ന് പറഞ്ഞാൽ CSS is written inside the style tag in the head section. നമ്മളിപ്പോൾ ബോഡിയിലാണ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത് ഇൻലൈനിന്. ഇന്റേണലിന് നമ്മൾ ഹെഡിന്റെ ഉള്ളിലാണ് എഴുതുന്നത്. ഹെഡ് കഴിഞ്ഞിട്ട് സ്റ്റൈൽ എഴുതിയിട്ട് നമ്മൾ എഴുതേണ്ട ഇത് എഴുതും. ഓക്കെ, ആ സ്റ്റൈൽ കൊടുക്കും. പിന്നെ ബോഡിയിലാണ് നമ്മൾ ആ കണ്ടന്റ് എന്താണോ വേണ്ടത് അത് എഴുതുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോ ഇൻലൈൻ കണ്ടു, അത് കഴിഞ്ഞിട്ട് ഇന്റേണൽ CSS-ന്റെ ഇതിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ
ആദ്യം നമ്മൾ ഹെഡ് എഴുതി, അത് കഴിഞ്ഞിട്ട് ഹെഡിന്റെ ഉള്ളിലാണ് നമ്മൾ ഇതവിടെ ബോഡിയിൽ സ്റ്റൈൽ കൊടുത്തിരിക്കുന്നത്. ബോഡിയിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ വൈറ്റ് കൊടുത്തു. H2 ടാഗിൽ എന്താണ് എഴുതേണ്ടത്? വെൽക്കം ടു ഇന്റേണൽ CSS എന്നുള്ളത് ഈ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത് നമ്മൾ ബോഡിയുടെ ഉള്ളിലാണ് കേട്ടോ എഴുതുന്നത്. ഇത് കണ്ടോ, ഇതാണ് നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഇതിന്റെ സ്റ്റൈലാണ് നമ്മളിവിടെ H2-ലാണല്ലോ നമ്മൾ ചെയ്തിരിക്കുന്നത്. H2-ന്റെ കളർ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റൈലിൽ ഹെഡിന്റെ ഉള്ളിൽ സ്റ്റൈലിൽ കളറ് ഈ പർപ്പിൾ കളറും ടെക്സ്റ്റ് അലൈൻ സെന്ററും, അതുകൊണ്ടാണ് ഇതിവിടെ നടുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അതുപോലെ പി ടാഗിൽ എന്താണ് എഴുതേണ്ടത് അത് നമ്മൾ ഈ ബോഡിയുടെ ഉള്ളിൽ നമ്മൾ ഇവിടെ കൊടുത്തു. അതിന്റെ സ്റ്റൈലിംഗ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഹെഡിൽ സ്റ്റൈലിൽ ഇങ്ങനെ ചെയ്തു. ഓക്കെ, ഇതിനെയാണ് ഇന്റേണൽ CSS എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് എക്സ്റ്റേണൽ CSS. External CSS എന്ന് പറഞ്ഞാൽ CSS is written in a separate .css file and linked to the HTML using the link tag and the head. നമ്മൾ ആദ്യം ഒരു ചെറിയൊരു പ്രൊജക്ട് കണ്ടില്ലേ, അതിൽ നമ്മൾ ഇതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. ആദ്യം നമ്മളപ്പോൾ HTML ഫയൽ ഉണ്ടാകും, അതുപോലെ CSS ഫയൽ വേറെ ഉണ്ടാകും. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കണ്ടോ, നമ്മൾ ഹെഡിന്റെ ഉള്ളിൽ ഒരു ലിങ്ക് ടാഗിൽ നമ്മൾ ഈ hrefൽ സ്റ്റൈൽ .css എന്നുള്ളത് കൊടുത്തു. കണ്ടന്റ് വേണ്ടത് നമ്മളിവിടെ ബോഡിയുടെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ വരുന്നു നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഇത് നമ്മൾ ജസ്റ്റ് സ്റ്റൈൽ കൊടുത്തിട്ട് CSS ഇവിടെയാണ് നമ്മൾ വേറെയാണ് എഴുതിയിരിക്കുന്നത്. ഇതിൽ എന്താണ് വേണ്ടതെന്നുള്ളത് വേറെ എഴുതിയിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് ഇവിടെ ഈ കളറും ഇതെല്ലാം വരുന്നത്. H2 ടാഗിന്റെ കളർ കണ്ടോ, ഇത് ഒരു ഡാർക്ക് ഗ്രീൻ ടൈപ്പ്, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റൈല് ഇവിടെ HTML കൊടുത്തു, അപ്പുറത്ത് സ്റ്റൈൽ കൊടുത്തു, സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു. ഇതിനെ ലിങ്ക് ടാഗ് വെച്ചിട്ട് ലിങ്ക് ചെയ്തു. ഓക്കെ, ഇതാണ് എക്സ്റ്റേണൽ CSS എന്ന് പറയുന്നത്. ഇനി അടുത്തത് CSS സെലക്ടേഴ്സ്. നമുക്ക് മെയിൻ ആയിട്ട് 3 ടൈപ്പ് സെലക്ടേഴ്സ് ആണുള്ളത്. എ സെലക്ടർ ഈസ് യൂസ് ടു ടാർഗറ്റ് HTML എലിമെന്റ് ദാറ്റ് യു വാണ്ട് ടു സ്റ്റൈൽ. ടാഗ് സെലക്ടർ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ P ടാഗ്, H ടാഗ്, H1 ടാഗ്, H2 ടാഗ് അങ്ങനെ പറയുന്നുണ്ടായിരുന്നില്ല, അതാണ് ടാഗ് സെലക്ടർ. പിന്നെ ക്ലാസ് ഡോട്ട് വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ ഇത് എഴുതുന്നത്. അതുപോലെ ID സെലക്ടർ, ക്ലാസ് സെലക്ടർ, ID സെലക്ടർ, ഇതിൽ ഹാഷ് ടാഗ് ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അത് എന്താണെന്നൊന്ന് നോക്കാം. നമ്മൾ സെലക്ടേഴ്സ്, ഈ P ടാഗ് സെലക്ടർ എന്ന് പറയുന്നത് കണ്ടോ, P ടാഗ് വെച്ചിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നത്. അത് ജസ്റ്റ് P ടാഗ് കൊടുക്കുക, ഈ കളർ ബ്ലൂ എന്നുള്ളത് കൊടുത്തു. അതുപോലെ ക്ലാസ് സെലക്ടർ ആകുമ്പോൾ നമ്മളിത് അവിടെ ഡോട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട്, അതെന്താണെന്ന് വെച്ചാൽ അത് കണ്ടോ, H1 ടാഗിൽ ടൈറ്റിൽ ക്ലാസ് സെലക്ടർ കൊടുത്തു. ക്ലാസ് സെലക്ടർ ഇത് വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മളിവിടെ ടൈറ്റിലിന് നമ്മളിവിടെ ഡോട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഈ ടൈറ്റിലുള്ളതിന്റെ ഈ കളറ്, ഈ കളറ് കിട്ടുന്നത്. പിന്നെ ഫോണ്ട് സൈസും വരുന്നത്. ഇതിൽ നമ്മൾ ഇത് കൊടുക്കണില്ല എന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ, ഇതിന്റെ നമ്മൾ സ്റ്റൈൽ കൊടുത്തേക്കുന്നതെല്ലാം പോയി. അപ്പോൾ ഡോട്ട് ടൈറ്റിൽ പറഞ്ഞിട്ട് കൊടുക്കണം, അത് ക്ലാസ്സിന്. അതുപോലെ ID സെലക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഡിവിന്റെ ഉള്ളിൽ ID മെയിൻ കൊടുത്തു. അപ്പൊ ഇവിടെ ഈ ഹാഷ് ടാഗ് കൊടുത്ത് മെയിൻ കൊടുത്തിട്ട് ഇത് കൊടുക്കുമ്പോഴാണ് ഈ ഒരു ബോക്സിന്റെ ഉള്ളിൽ ഇത് വരുന്നത്. ഇതിപ്പോ നമ്മൾ മാറ്റി കഴിഞ്ഞാൽ സാധാരണത്തെ ഒരു ഇത് മാത്രമേ വരുന്നുള്ളൂ. ID സെലക്ടർ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ എടുത്തു വരും. ഇതാണ് നോർമൽ ആയിട്ടുള്ള സെലക്ടേഴ്സ്. ടാഗ് സെലക്ടർ, ക്ലാസ്, പിന്നെ ID. ഇനി ഈ സെലക്ടേഴ്സിന്റെ ഇതിന്റെ സിന്റാക്സ് സെലക്ടർ, പ്രോപ്പർട്ടി, വാല്യൂ. പിന്നെ ഇവിടെ കണ്ടു H1 ടാഗിൽ നമ്മൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കളറിന്റെ ഏതാണോ കളർ വേണ്ടത് അത് റെഡ് കൊടുത്തു. പിന്നത്തെ പ്രോപ്പർട്ടി ഫോണ്ട് സൈസ്, വാല്യൂ എന്ന് പറയുന്നത് 24 പിക്സൽ. H1 എന്ന് പറയുന്ന സെലക്ടർ ആണ്. കളർ ആൻഡ് ഫോണ്ട് സൈസ് ആർ ദ പ്രോപ്പർട്ടീസ്, റെഡ് ആൻഡ് 24 പിക്സൽസ് ആർ ദ വാല്യൂസ്. ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ കോമൺ CSS പ്രോപ്പർട്ടീസ്, ഹിയർ ആർ ദ കോമൺ CSS പ്രോപ്പർട്ടീസ്. ഏതൊക്കെയാണ്? കളർ സെറ്റ് ദ ടെസ്റ്റിന്റെ കളർ എന്താണെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഫോണ്ട് സൈസ് ചെയ്യാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാൻ പറ്റും. മാർജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺട്രോൾസ് ദ സ്പേസ് ഔട്ട്സൈഡ് ദ എലമെന്റ്. പാഡിംഗ് എന്ന് പറഞ്ഞാൽ കൺട്രോൾസ് ദ സ്പേസ് ഇൻസൈഡ് ആൻഡ് എലമെന്റ് ബിറ്റ്വീൻ ദ കണ്ടന്റ് ആൻഡ് ദ ബോർഡർ. അതാണ് പാഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ ബോർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഡ്സ് എ ബോർഡർ അറൗണ്ട് ദ എലമെന്റ്. ഇങ്ങനെ കുറച്ച് ഇത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ചെറിയ ചെറിയ പ്രൊജക്ടുകൾ ചെയ്തു വരുമ്പോൾ അതെല്ലാം ചെയ്തു നോക്കാം. ഓക്കെ, താങ്ക് യു. ഇത്രയാണ് CSSന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് ബാക്കി ചെറിയ ചെറിയ പ്രൊജക്ടുകൾ വഴിയെ ചെയ്തു വരാം. ഓക്കെ, താങ്ക് യു.